എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ ഒരു ബിരുദ പഠനം, ഒരു ഡിഗ്രി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളെക്കുറിച്ച് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസവും എന്നിങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി പഠനം, ഒരു ബിരുദ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഓരോ യൂണിവേഴ്സിറ്റി ആദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നാൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകാൻ താല്പര്യം. ഒന്നിലധികം യൂണിവേഴ്സിറ്റിയിലേക്കും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിലേക്കോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കോ MG യൂണിവേഴ്സിറ്റിയിലേക്കോ കൊടുക്കാം. അതിനൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. അഡ്മിഷൻ ലഭിച്ച ശേഷം വിദ്യാർത്ഥിക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ കൊടുത്തു, അതേസമയം നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കൊടുത്തു. നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഡ്മിഷൻ കിട്ടി, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഡ്മിഷൻ കിട്ടി. നിങ്ങൾ ഏത് പഠിക്കണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഒന്നിലധികം യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാം. ബട്ട് 2 യൂണിവേഴ്സിറ്റികളിൽ നിന്നും നിങ്ങൾക്ക് അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം, എവിടെ ഞാൻ പഠിക്കണമെന്നുള്ളത് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ ചോയ്സ് ആണ്. ഡിഗ്രി എന്ന പ്രോഗ്രാം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കോഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്ലസ് വണ്ണ് പോലെ വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു സാധനമാണ്. പക്ഷേ പ്ലസ് വണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷവും ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അല്പമെങ്കിലും ഒരു 10% ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കാര്യമൊന്നുമില്ല. ഒരു 10 പേര് കൊടുത്ത 8 പേർക്കും കിട്ടില്ല, അത് വേറെ വാസ്തവം. ബട്ട് ഒരു 10% വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ മാത്രമാണ്. ബട്ട് ഡിഗ്രിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജായിരിക്കാം, ഇഷ്ടം ഇല്ലാത്ത കോളേജായിരിക്കാം, ഇഷ്ടമുള്ള കോഴ്സായിരിക്കാം, ഇഷ്ടമില്ലാത്ത കോഴ്സായിരിക്കാം. ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടുന്നിടത്ത് നിങ്ങൾ പഠിക്കണം. ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും, കേരള യൂണിവേഴ്സിറ്റി ആയാലും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും, MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും, നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ പഠനം നിങ്ങൾ എന്ത് ചെയ്യണം, നടത്തണം. ഒരു വർഷം നിങ്ങൾ പഠനം നടത്തണം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. നിങ്ങൾക്ക് കോഴ്സ് മാറാൻ പറ്റും. സാധാരണ 3 വർഷ ഡിഗ്രി ആയിരുന്നപ്പോൾ വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫറിൽ കോളേജ് മാത്രം മാറാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, BA എക്കണോമിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് BA എക്കണോമിക്സ് ഉള്ള മറ്റൊരു കോളേജിലേക്ക് മാറാം എന്ന് വാസ്തവം. എന്നാൽ ഇപ്പോൾ 4 ഇയർ ഡിഗ്രി വന്നേ പിന്നെ നിങ്ങളുടെ മേജർ സബ്ജക്റ്റായി, ഉദാഹരണം ഇപ്പോൾ BA ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് BA ഹിസ്റ്ററി, BA പൊളിറ്റിക്സ്, BCom, BBA ഏതൊരു കോഴ്സിലേക്കും പ്രവേശനം സാധ്യമാകുമെന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ BA എക്കണോമിക്സ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് BA ഹിസ്റ്ററി, BA പൊളിറ്റിക്സ്, BA ജേർണലിസം, BA അബ്സലുലുമ ഏതൊരു കോഴ്സിലേക്കും, BA, BCom, BBA, BSc ഏതൊരു കോഴ്സിലേക്കും പ്രവേശനത്തിനായി പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാസ്തവം എന്ന് പറയുന്നത്. പിന്നെ പല വിദ്യാർത്ഥികളും അപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ അപേക്ഷിക്കണം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷനെ വരെ ബാധിക്കുമെന്നുള്ളൊരു വാസ്തവം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. നിങ്ങൾ അഡ്മിഷനായി അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വരുന്ന മുറയ്ക്ക് അത് നിങ്ങളുടെ അഡ്മിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വർഷത്തെ ബാധിക്കുമെന്നുള്ള പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം. പ്രധാനമായും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫായിട്ടും ചെയ്യാം, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷിക്കാം. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾ സെൽഫായിട്ട് അപേക്ഷിച്ചാലും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് അപേക്ഷിച്ചാലും നിങ്ങളുടെ അപേക്ഷയാണ്. അതിൽ തെറ്റുകുറ്റങ്ങൾ വന്നില്ലെന്നുള്ളത്, ഇപ്പം ഞാൻ അക്ഷയക്കാരെ കൊണ്ടാണ് അപേക്ഷിച്ചത്, അപ്പോൾ അതിൽ തെറ്റൊന്നും കാണില്ല. അവരത് കൃത്യമായിട്ട് അവരെല്ലാ വർഷവും ചെയ്യുന്നതല്ലേ, അവർ കൃത്യമായിട്ട് ചെയ്തോളും എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പിടി വിടരുത്. അക്ഷയക്കാർ എല്ലാ വർഷവും ചെയ്യുന്നതാണ്, അവർക്കെല്ലാം കൃത്യമായിട്ട് അറിയായിരിക്കും. അക്ഷയക്കാരെ കുറ്റം പറയുന്നല്ല. ബട്ട്
നമ്മളുടെ അലോട്ട്മെൻ്റ് ആണെന്നൊരു ബോധം നമുക്ക് വേണം. അവരാണ് നമ്മുടെ അലോട്ട്മെൻറ്റ് ചെയ്യുന്നതെങ്കിലും എല്ലാ വിവരങ്ങളും കറക്റ്റ് ആണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മളും കൂടി സ്റ്റാറ്റിഫൈഡ് ചെയ്യണം. ഇപ്പം ഞാനൊരു അഡ്മിഷന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പം ആ ആപ്ലിക്കേഷൻ ശരിയാണെന്നുള്ളത്, ആ ആപ്ലിക്കേഷനിൽ തെറ്റുകുറ്റങ്ങളില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് എൻ്റെ ഒരു ബാധ്യസ്ഥതയാണല്ലോ, എൻ്റെ കടമയാണല്ലോ. ആ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവണം, പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പ്രിയ വിദ്യാർത്ഥികൾ, അഡ്മിഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള കോളേജ്, പോകാൻ ആഗ്രഹമുള്ള കോഴ്സ്, ദൂരം, ഹോസ്റ്റൽ സൗകര്യം എന്നിവ നിങ്ങൾക്ക് അനുയോജ്യപ്രദമാകുന്ന രീതിയിൽ കൊടുക്കുക. കാരണം കിട്ടിയാൽ പോകേണ്ടി വരും. കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആ കോളേജ് വേണ്ട, അല്ലെങ്കിൽ ആ കോഴ്സ് വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യും, നിർബന്ധമായും പോകേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ കോളേജിലേക്കുള്ള നിങ്ങളുടെ യാത്ര, ദൂരം, ഹോസ്റ്റൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ പോകുന്ന കോളേജിൽ കൃത്യമായ ഹോസ്റ്റൽ സൗകര്യമുണ്ടോ, നിങ്ങൾക്ക് ദൂരെ പ്രദേശങ്ങളാണെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാകുന്നുണ്ടോ, നിങ്ങൾക്ക് സൗകര്യപ്രദമാണോ എന്നുള്ളത് നേരത്തെ ഉറപ്പുവരുത്തണം. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജ്, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഗവൺമെൻറ് കോളേജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന കോളേജാണ്. അവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെതായ എല്ലാ ആനുകൂല്യങ്ങളും ചെറിയ പൈസയിൽ തന്നെ, നിങ്ങൾക്ക് വളരെ സുഗമമായ ചെറിയ പൈസയിൽ തന്നെ നിങ്ങൾക്ക് പഠനം നടത്താൻ സാധിക്കുന്നൊരു കോളേജാണ് ഗവൺമെൻറ് കോളേജ് എന്നുള്ളത്. എന്നാൽ എയ്ഡഡ് കോളേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റും അല്ല, സെൽഫ് ഫിനാൻസും അല്ല. എയ്ഡഡ് കോളേജിലെ ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത് ഗവൺമെൻറ്റും അല്ല, സെൽഫ് ഫിനാൻസും അല്ല. അവിടെ നിങ്ങൾക്ക് എയ്ഡഡ് കോളേജിൽ മെറിറ്റ് സീറ്റും ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. മെറിറ്റ് സീറ്റും ഉണ്ട് എയ്ഡഡ് കോളേജിൽ മെറിറ്റ് സീറ്റും ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. ഒന്നുകൂടെ പറയാം, എയ്ഡഡ് കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് മെറിറ്റ് സീറ്റും ലഭിക്കും, മാനേജ്മെൻറ്റ് സീറ്റും ലഭിക്കും. അപ്പം മെറിറ്റിൽ നിങ്ങൾ പ്രവേശനം നേടി, മെറിറ്റ് കോട്ടയിൽ നിങ്ങൾ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫീസ് നൽകേണ്ട. നിങ്ങൾക്ക് വളരെ കുറവുള്ള ഫീസ് തന്നെ നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെറിറ്റ് കോട്ടയിൽ പ്രവേശനം. നിങ്ങൾക്ക് മാനേജ്മെൻറ്റായിട്ടും പ്രവേശനം നേടാൻ സാധിക്കും. അങ്ങനെ മാനേജ്മെൻറ്റായിട്ട് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഫീസും അടയ്ക്കേണ്ടത്. നിങ്ങളൊരു സെൽഫ് ഫിനാൻസ് കോളേജിൽ പഠിക്കാൻ എന്തര ഫീസ് നിങ്ങൾ അടയ്ക്കുന്നുണ്ടോ ആ ഫീസ് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം, എയ്ഡഡ് കോളേജിൽ മാനേജ്മെൻറ്റ് പെർമിഷൻ നേടുക. മാനേജ്മെൻറ്റ് വഴി നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ മെറിറ്റിൽ കയറുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് വേണം. മെറിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി നൽകുന്ന സീറ്റാണ്. അലോട്ട്മെൻറ്റ് വഴി മാത്രമേ മെറിറ്റ് പ്രവേശനം ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ട, ഫീസ് നൽകേണ്ടതില്ല. എന്നാൽ മാനേജ്മെൻറ്റ് കയറുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഫീസും നൽകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പ്രൈവറ്റ് കോളേജുകളാണ്. അവിടെ നിങ്ങൾ മുഴുവൻ ഫീസ് നൽകി പഠിക്കണം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഏതാണ്ട് അഡ്മിഷൻ ടൈമിൽ ഏതാണ്ട് ഇച്ചിരി കുറവ് വരും. ഇപ്പോൾ ഞാനിപ്പം ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുന്നത്. അതിന് മുമ്പ് എനിക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിൽ ഹിസ്റ്ററിക്കാണ് കിട്ടുന്നത്. എനിക്ക് 15,000 മേലെ 15,600-700 രൂപയോളമാണ് എനിക്ക് അഡ്മിഷൻ ടൈമിൽ അടയ്ക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെന്നോട് പറഞ്ഞത് അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ടാണ് 15,000, അല്ലെങ്കിൽ 25,000. അലോട്ട്മെൻറ്റ് കിട്ടുന്ന ടൈമിൽ അലോട്ട്മെൻറ്റ് കിട്ടി വന്നതായതുകൊണ്ട് 15,000 മതി, അല്ലെങ്കിൽ 25,000 ആ റേഞ്ചിൽ നീ അടയ്ക്കേണ്ടി വന്നതെന്ന് എന്നോട് അവർ പറഞ്ഞു. അപ്പം അവരെന്നോട് വേറൊരു കാര്യവും പറഞ്ഞു, അഡ്മിഷൻ ടൈമിൽ മാത്രമേ ഈ ഇളവുള്ളൂ, ബാക്കി എല്ലാ ഫീസും അവർക്കും നിങ്ങൾക്ക് സെയിമാണ്. അഡ്മിഷൻ ടൈമിൽ അവർക്ക് 25,000, നിനക്ക് 15,000. കാരണം നീ അലോട്ട്മെൻറ്റ് വഴി വന്നു, അവർ മാനേജ്മെൻറ്റ് വഴി വന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ മാത്രമേ. എനിക്ക് നിങ്ങളോട് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ആദ്യം ഗവൺമെൻറ് കോളേജ് തന്നെ പ്രയോറിറ്റി കൊടുത്ത് കയറാൻ ശ്രദ്ധിക്കുക. ഗവൺമെൻറ് കോളേജിൽ തന്നെ പ്രയോറിറ്റി കൊടുത്ത് അലോട്ട്മെൻറ്റ് വഴി കയറാൻ ശ്രദ്ധിക്കുക. കാരണം ഗവൺമെൻറ്റിൽ കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് നോക്കിയാൽ മതി എന്നുള്ളതാണ് വാസ്തവം. ഈ അഡ്മിഷൻ എന്നുള്ളത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എന്ന് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 6 വരെ കഴിഞ്ഞ വർഷം കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഓഗസ്റ്റിലെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ഓഗസ്റ്റിലേ കഴിഞ്ഞു. പക്ഷേ അഡ്മിഷൻ ക്ലോസ് ആകുന്നത് 6-ാം തീയതിയാണ്. അതായത് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ കയറാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വെച്ചിരിക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് പോയി അഡ്മിഷൻ എടുക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഗവൺമെൻറ്റിൽ മാക്സിമം ശ്രമിച്ചു, ഗവൺമെൻറ്റിൽ കിട്ടിയാൽ ഓക്കെ, നിങ്ങൾക്ക് ഗവൺമെൻറ് പഠിക്കാം. ഇനി ഗവൺമെൻറ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അവസാന ഘട്ടത്തിലായാലും നിങ്ങൾക്ക് അഡ്മിഷൻ ക്ലോസ് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ വന്ന് പ്രവേശനം നേടാൻ സാധിക്കുമെന്നുള്ളത്
വിദ്യാർത്ഥിനികൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജ് തമ്മിൽ എന്താ വ്യത്യാസം? ഗവൺമെൻറ് ഡയറക്റ്റ്, ഗവൺമെൻറ് എയ്ഡഡ് പറഞ്ഞാൽ ഗവൺമെൻറ്റും അല്ല സെൽഫ് ഫിനാൻസും അല്ല. സെൽഫ് ഫിനാൻസ് പറഞ്ഞാൽ എന്താണ്, തനി പ്രൈവറ്റാണ്. തനി പ്രൈവറ്റ് കോളേജ് മുഴുവനായും പ്രൈവറ്റ് സെക്ടർ, ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ കീഴിലാണ് മുഴുവനായിട്ടും വരുന്നത്. അപ്പോൾ നിങ്ങൾ മുഴുവനായി ഫീസ് അടയ്ക്കേണ്ടി വരും. പിന്നെ ഡിഗ്രി എന്ന പ്രോഗ്രാം വിദ്യാർത്ഥികൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം, അപേക്ഷയിൽ തെറ്റുകുറ്റങ്ങൾ വരാൻ പാടില്ല. എന്നിങ്ങനെ പല കാര്യങ്ങളും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. പ്രിയ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യുക. ഒരുപാട് വിദ്യാർത്ഥികൾ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷനായി കയറാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, നിങ്ങൾ കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികൾ ഡിഗ്രി പ്രവേശനം നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന അക്കാദമിക് കേരള പരീക്ഷകൾ, ടൈം ടേബിളുകൾ, റിസൾട്ടുകൾ, റീവാലുവേഷനുകൾ എന്നിങ്ങനെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നവരെയുള്ള എല്ലാ അറിയിപ്പുകളും ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾ പ്രവേശനം നേടുമ്പോൾ മുതൽ നിങ്ങളുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നവരെയുള്ള ഒരറിയിപ്പുകൾക്കും നിങ്ങൾ മറ്റെവിടെയും അന്വേഷിച്ച് പോകേണ്ട. എല്ലാ വാർത്തകൾക്കും അറിയിപ്പുകൾക്കും ഈ ചാനൽ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ വീഡിയോ ഇന്ന് രാവിലെ തന്നെ ഞാൻ സർട്ടിഫിക്കറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെയൊക്കെ ഗുണം ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ A to Z വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.